സെക്സ് റാക്കറ്റിന് മുന്നിൽ എത്തിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 യുവതികൾ അറസ്റ്റിൽ. പരസ്യത്തിലും മോഹന വാഗ്ദാനങ്ങളിലും വിശ്വസിച്ച് വലയിൽ വീണത് കൊച്ചിയിൽ നിന്നടക്കമുള്ള നിരവധി മോഡലുകൾ. കൊച്ചിയിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി ക്രിമിനൽ പശ്ചാത്തലമുള്ള അലീന എബ്രഹാം, ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ, പിടിയിലാവാനുള്ള 2 പ്രതികൾ വേറെയും. സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ കൊച്ചിയിലെ ഗുണ്ടാ സംഘം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ അന്താരാഷ്ട്ര ബന്ധമുള്ള സെക്സ് റാക്കറ്റാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അലീനയുടെ നേതൃത്വത്തിലാണ് മോഡലുകളെ ഫാഷൻ ഷോ വാഗ്ദാനത്തിൽ ദുബായിലേക്ക് ആകർഷിച്ചതെന്ന് പോലീസ്. മാത്രമല്ല, ഇതിൽ 2ാം പ്രതിയായിട്ടുള്ള അലീന, ഈ അലീന എന്ന് പറയുന്നത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവിന്റെ പെൺസുഹൃത്താണ്, ഭാര്യയാണ്. കുട്ടികളെ ഉൾപ്പെടെ അണിനിരത്തി സോഷ്യൽ മീഡിയ നിറയെ പരസ്യം. ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കാൻ വർക്ക് ചെയ്യുന്ന ഒരു സുവർണാവസരം. മുൻപ് ബാറിൽ വെച്ച ഒരു വയോധികനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ. അപ്പോൾ ഇവളെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ട് നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ ഇത്രക്ക് പ്രശസ്തമായ ഇവളാണ്. എനിക്കൊന്നേ പറയാലോ, ഇവള് പെണ്ണല്ലേ, ഇവള് പെണ്ണായിട്ടാണ് പിന്നെ മറ്റുള്ള പെണ്ണുങ്ങളെയും കൂടെ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പെണ്ണുങ്ങളെ ആകർഷിപ്പിച്ചിട്ട് കൂട്ടിക്കൊടുപ്പ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ വേശ്യാലയത്തിലേക്ക് കൂട്ടിക്കൊടുപ്പ് എന്ന് പറയും. പെണ്ണുങ്ങളെ ഈ ആണുങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ ഭയങ്കര കമ്മീഷനായിരിക്കും ഇവള്. അതുകൊണ്ടല്ലേ പിന്നെ ഇത്ര പ്രശസ്തമായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഇവള് മാത്രമല്ല കേട്ടോ, ഇവളെപ്പര വേറെ 2 പിൻഗാമികളും കൂടിയുണ്ട്. അപ്പം ഞാനൊന്ന് പറയാം. അപ്പം ഇവരാദ്യം ഈ പരിപാടിയിൽ അകപ്പെട്ട് എന്നിട്ട് ഇവർ നല്ല എന്താ പറയുക, കുറേ ആണുങ്ങളെ സുഖമൊക്കെ ഇവരറിഞ്ഞ് കുറേ ക്യാഷും കിട്ടിയിട്ടുണ്ടാവും. അപ്പം ഇത് നമുക്കൊരു ബിസിനസ്സാക്കി എടുക്കാമെന്ന് ഇവർ 3 ആളും കൂടെ തീരുമാനിച്ചു. അപ്പം ഇവർ മാത്രമായിട്ടല്ലല്ലോ, ഇവർ മാത്രമായിട്ട് ചെയ്യുമ്പം അതൊരു ബിസിനസ്സില്ല. അപ്പം ഇതിലേക്ക് ആളുകളിങ്ങനെ വരുത്തിച്ചു കഴിഞ്ഞാൽ, അവരെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല പാസീവ് ഇൻകം പോലെയില്ലേ, പണിയെടുക്കാണ്ട് പൈസ. ഇവർ കുറേ കാലം പണിയെടുത്ത് പൈസ ഉണ്ടാക്കി. അപ്പോൾ ഇനി ഇവർ പൈസ പണിയെടുക്കാണ്ട് മറ്റുള്ളവരെ പണിയെടുപ്പിച്ചിട്ട് ഇവർ പൈസ വാങ്ങുന്ന പരിപാടി. എടി നാറി, നീ ഇത്രക്ക് നല്ല ഒരു സ്ഥാപനമാണ് പ്രവർത്തിക്കുന്നതെന്ന് വന്നവർക്ക് അത് അവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും. നീ മോഡലിംഗ് എന്നാണല്ലോ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഓരോരാൾക്ക് ഓരോ പ്രൊഫഷൻ ഇഷ്ടപ്പെടും, ഓരോ മേഖല ഇഷ്ടപ്പെടും, അത് ഓരോരാളെ ചോയ്സാണ്. അങ്ങനെ മോഡലിംഗ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവൾ ആ സ്ഥാപനത്തിലേക്ക് പോയിട്ട് എല്ലാവരും ചേരുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിൽ ഇവർക്ക് ഇതാ പണി. അവിടെ നിന്ന് ഏകദേശം ഒരു മോഡലിംഗ് പഠിപ്പിച്ചിട്ട് ദുബായിലേക്ക് കടത്തൽ. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ ഒരുപാട് നല്ല പെൺകുട്ടികളും ഉണ്ടാവും, നല്ല തറവാടിത്തുമില്ല, നല്ല അച്ചടക്കമില്ല. എന്ന് വെച്ചാൽ മാനമായിട്ട് ഒരു ജോലി ചെയ്തിട്ട് ജീവിക്കാമെന്ന് കരുതിയ പെണ്ണുങ്ങളടക്കം ഇതിലുണ്ടാവും. ചിലപ്പോൾ പൊട്ടിത്തെറിച്ചതുണ്ടെന്ന് എന്നെപ്പോലെ. അപ്പം അങ്ങനെയുള്ള നല്ല തറവാടിത്തുമില്ല നല്ല സ്ത്രീകളെ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കലാണ് ഇവളെ പരിപാടി. ഏതായാലും ഇവരെ എല്ലാവരും അറസ്റ്റ് ചെയ്തില്ലേ, വളരെ സന്തോഷം. അവർക്ക് അനുയോജ്യമായ ശിക്ഷ തന്നെ കോടതി വിധിക്കണം. ഇനി ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു എന്താ പറയുക തട്ടിപ്പിന് ഇരയാകാനും പാടില്ല. ആ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ ഇനി ഉണ്ടാകാനും പാടില്ല ഈ ലോകത്ത്.